നമ്മുടേതായിട്ടുള്ളൊരു പാറ്റേണിലുള്ള എഴുത്ത്, ഡയറക്ഷൻ, അങ്ങനത്തെ മൂഡാണ്. പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട്, പിന്നെ കാസറ്റ് കട, പിന്നെ കുറേ വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്ത്, പിന്നെ സിനിമയ്ക്ക് കഥ എഴുതി. ഇനിയുള്ള ലൈഫിൽ വിത്തൗട്ട് ആഗ്രഹം, കൈ 85 ഉണ്ടുമെല്ല് വെച്ചേക്കണ്, നാക്കൊണ്ട് ക്ലീനാക്കി മാറ്റിക്കണ്, കണ്ണൊക്കെ നിറഞ്ഞു. ഇതിനകത്ത് സത്യത്തിൽ ആരാ അവതാരക? ഹായ്, എല്ലാവർക്കും നമസ്കാരം. നെക്സ്റ്റ് ക്വസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നെക്സ്റ്റ് ക്വസ്റ്റിനിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. ആക്ടറാണ്, സിംഗറാണ്, അവതാരകനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു അസാമാന്യ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ബാക്കി ഞാൻ പറയാം. അവന് മാഗ്നസ് ഒന്നും കിട്ടൂല, ജലാൽ മാഗ്നസ് ആണ്. സെറ്റല്ലേ? സെറ്റാണ് ജലാൽ മാഗ്നസ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് മുന്നിൽ ഇദ്ദേഹത്തെ അധികം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ കുറച്ച് നാളുകളായിട്ട് ആളൊന്ന് മുങ്ങിയേക്കായിരുന്നു. ഇപ്പൊ രണ്ടാമതൊരു വരവ് വന്നിട്ടുണ്ട്. അത് ഒരു കിടിലം വരവ് തന്നെയാണ് വന്നേക്കുന്നത്. സന്തോഷം. എന്തായാലും അടിപൊളി. എന്തായാലും ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്. അവനും ഭയങ്കരമാണ്, ഞാനും ഭയങ്കരമാണ്. ഞാൻ കുറെ വർഷത്തിന് ശേഷം കണ്ടത് കാസർഗോഡ് നമ്മുടെ കലീൽ സാറിന്റെ കുമ്പള അക്കാഡമിയിലെ കൃഷ്ണപ്രഭുവിന്റെ സമതക്കൊക്കെ വന്നിട്ടുള്ള പ്രോഗ്രാമില് ആങ്കറായിട്ട് ഞാൻ ആങ്കർ ചെയ്യുന്നതിൽ ഒരാളെ കൗതുകത്തോടെ നോക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവനെയാണ്. പൊക്കിയതൊന്നുമല്ല, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, പറയുന്നത് കറക്റ്റാ, കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ആ ഒരു ആങ്കർ ചെയ്തിട്ടുള്ള സുഹൃത്തിന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റിയതിൽ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്നെ തെരഞ്ഞെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷമൊക്കെ. അന്ന് ശരിക്കും കാസർഗോഡ് വെച്ച് നമ്മൾ കണ്ടല്ല, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ജലാൽ ഖാൻ അന്ന് കാസർഗോഡ് വെച്ചൊരു സ്റ്റേജ് പ്രോഗ്രാമിനാണ്. അപ്പ ഇക്കാനെ കാണുമ്പോ തന്നെ ആദ്യം നമ്മളുടെ കിണാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ആള് കുറെ നാളായില്ല ഞാൻ ഇക്കാനെ കുറിച്ചിട്ട്, ഇക്കാടെ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നമ്മളുടെ ഡബ്സിയൊക്കെ വരുന്ന ഒരു സമയമുണ്ടല്ലോ, അതിന് മുന്നത്തെ സമയത്ത് ഇക്ക ട്രെൻഡിങ് ആയി നിന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു 90, 2000 ആ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറയണ, ഇക്കാടെ ലാംഗ്വേജും ആ സ്റ്റൈലും ഒക്കെ വെച്ചിട്ട് ഒരു റാപ്പ് മേഖലയിലേക്ക് വന്ന് ഇക്കൊന്ന് തകർക്കുന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ കുറെ കാലത്തേക്ക് കണ്ടില്ല. പിന്നിപ്പോ വന്നേക്കണത് പജ്ജിന്റെ നെജ്ജ്. അതിനു മുന്നേ സ്റ്റേജിലൊക്കെ വന്ന് പഴയ സാധനങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി ആളുകളെയൊക്കെ ഇന്റർവ്യൂകൾ നിറഞ്ഞിരിക്കല്ലേ ഇപ്പൊ. അങ്ങനെ ഒരു ജലാൽ എഫക്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പേരിന്റെ കൂടെയുള്ള അതൊന്ന് പറയും. ഏത് എന്റെ പേരിന്റെ കൂടെയുള്ള പറയും? ജലാൽ മാഗ്നസ്. അല്ല, സീരിയസ്ലി ഇപ്പൊ നമ്മള് യൂട്യൂബ് ഇന്റർവ്യൂസിലെല്ലാം ഇക്കാടെ ഇന്റർവ്യൂസ് ഇപ്പൊ തകർത്തോണ്ടിരിക്കുകയല്ലേ, ജലാൽ എഫക്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ രണ്ടാമത്തെ ഈ വരവ് അത് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരണം, ഇങ്ങനെ ആളുകളിലേക്ക് എത്തണം, എന്നിട്ട് ഇന്ന പ്രൊജക്ടുകൾ ഇറക്കണം, അത് ഒന്ന് തയ്യാറെടുപ്പോട് കൂടിയിട്ടുള്ള ഒരു വരവായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് എടുത്തിട്ടില്ല. പിന്നെ പ്ലാനിങ് ഒന്നും നടത്തിയിട്ടില്ല. ഒരിക്കലും ഫീൽഡിലേക്ക് തിരിച്ചു വരരുതെന്നുള്ള തീരുമാനത്തിലാണ് ഒരു 5-6 വർഷം മാറിയുന്നത്. അതിൽ എല്ലാ ചാനലിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കാം. നമ്മുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നടക്കും. അത് നടക്കുമ്പോൾ നമ്മൾ നല്ലതിനാണോ അല്ലെങ്കിൽ മോശപ്പെട്ടതിനാണോ എന്നുള്ളത് ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവണം, ആ തിരിച്ചറിവ് ഉണ്ടാവണം. ഞാനിപ്പോൾ രണ്ടാമത് ഫീൽഡിലേക്ക് ഇറങ്ങിയതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. കാരണം എൻ്റെ തീരുമാനം വരരുത് എന്നുള്ളതായിരുന്നു. ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് ലൈഫിൽ ഓരോരുത്തർക്ക് ഓരോ മാറ്റങ്ങൾ വരുന്നതാണ്. എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം, ഇങ്ങനെ വരരുത് എന്നുള്ള ഒരു തോന്നൽ വരാനുള്ള കാരണം എന്താ? എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. അത് ചെയ്ത് പൂർത്തീകരിച്ചിട്ട് വെട്ടം വരെയുള്ളൂ. എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ട എന്ന് തോന്നാൻ ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യൂല. ഞാൻ ആ ഒരു വാക്ക് പാലിക്കാൻ 99% ശ്രമം നടത്തും. അതിൽ ഈ രണ്ടാമത് റിട്ടേൺ വന്നതിൽ എനിക്കൊരു ഐഡിയ കിട്ടാത്ത. ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇനി ഈ ഒരു മേഖല? വാക്കല്ല, അത് എന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞാൻ ഇന്നത് ചെയ്യും, നിന്നെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ നിന്നെ സ്നേഹിക്കുന്ന ചെയ്യും. നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ സ്നേഹിക്കും. ഇനിയിപ്പോ അത് നിന്റെ അടുത്ത് എന്തെങ്കിലും നേടിയെടുക്കാനാണെങ്കിൽ ഞാൻ അങ്ങേ അറ്റം വരെ വരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളൊക്കെ പ്രേമിച്ച സമയത്ത് ഇന്റർവ്യൂക്കകത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്റർവ്യൂക്കകത്ത് മറ്റുള്ളവരുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് പാട്ടിന്റെ ലിറിക്ക് സത്യത്തിൽ അതല്ല. നിന്റെ പ്രണയം
നിന്റെ സ്നേഹം, നിന്റെ ഇഷ്ടം, അത് ഇപ്പം പറയുമ്പോ കാരണം നമ്മൾ കുടുംബമായിട്ട് ജീവിക്കല്ലേ, അതെ അതെ അപ്പൊ കുറെ പ്രശ്നം വരും. അപ്പൊ ചെറിയൊരു എഡിറ്റിംഗ് നടത്തിയിട്ട് അതിനെ തിരുത്തിയതാണ്. കുഴപ്പമൊന്നുമില്ല, പറയും. ഇല്ല, അതൊന്നും ഇല്ലാട്ടാ, കുടുംബാലം ഉണ്ടാകില്ല. അല്ല ഞാൻ പറയട്ടെ, ആ സമയത്ത് ഉണ്ടല്ലോ എന്റെ തന്നെയല്ല, ഒരുപാട്, എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേരുടെ പ്രണയത്തില് ഇക്കാടെ പാട്ടിന് പങ്കുണ്ടാവും. പ്രത്യേകിച്ച് കല്ലായിൽ ഒരു പെണ്ണുണ്ട്. കാരണം ചെറിയ ആ കല്ലായി മാറ്റിയിട്ട് നമ്മളുടെ സ്ഥലം ചേർക്കും. പറവൂരുള്ള ഒരു പെണ്ണാണ് എന്നൊക്കെ ചിലപ്പോ ചേർക്കും. ഈ പറഞ്ഞൊരു സത്യമുണ്ട്. നെഞ്ചിനുള്ളിൽ, താജുഖന്റെ നെഞ്ചിനുള്ളിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പാടി കൊടുത്തിട്ടുണ്ട്. എന്റേതായ രീതിയിൽ അന്ന് പാടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീ പറയണത് കറക്റ്റാ. അതെ 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 അതെ. അത് വരികളാണ് അതിന്റെ പ്രത്യേകത. ലൈഫായിരുന്നു വരികള്. സാധാരണക്കാരന്റെ പറയാനുള്ള ആഗ്രഹങ്ങള്, പ്രണയിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ആ പാട്ടിനകത്തുണ്ട്. അതെ അതെ. ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇപ്പൊ കുറെ ഇന്റർവ്യൂസ് ആയി പാടിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഒന്ന് ആ പാട്ടൊന്ന് ഇക്കാടിൽ നിന്ന് നേരിട്ട് പാടുമ്പോ വേറൊരു സുഖമാണല്ലോ അടുത്തിരുന്നേക്ക്. കല്ലായി അല്ലേ? കല്ലായി. കണ്ണിലിതെന്നും മുഖമാ, ചുണ്ടിലിതെന്നും തേനിശല, കവിതകൾ എഴുതും നേരം ഞാൻ പുഞ്ചിരി മാത്രം കാണുന്നു, വെള്ളി നിലാവിൽ മിന്നും പോലെ, വെള്ളി നിലാവിൽ മിന്നും പോലെ, കാഞ്ചനവനിയിലെ രാജകുമാരി, കല്ലായിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴ കല്ലാണേ. അടിപൊളി. അല്ല, ഇത് നമ്മൾക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് ഭയങ്കര നൊസ്റ്റാൾജി. എനിക്കത് ഭയങ്കര സന്തോഷം. കാരണം വെറൈറ്റി മീഡിയക്കകത്ത് നൈനിഷന്റെ മുന്നില്, രജനീഷ് ചേട്ടന്റെ മുന്നില് ഒരുപാട് ഇന്റർവ്യൂവിൽ അത് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആ പാട്ട് ഇങ്ങനെ റീൽസ് ആയിട്ട് ചെറിയ മക്കളും വലിയവരും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് അതിങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. കാരണം ഒരു ചെറിയൊരു കലാകാരന് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ വർക്കിലൂടെ നമ്മളെ, അതും മുൻപ്, വർഷങ്ങൾക്ക് മുൻപ്, എത്ര വർഷം അറിയാം, 10-15 വർഷം മുൻപ് ചെയ്താ. അപ്പൊ അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾ ഇത് തരുമ്പോൾ അതിനകത്ത് ഇപ്പൊ രണ്ടാമത് പൊന്തി വന്നോണ്ടിരിക്കുകയാണ്. അതായത് പാട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ സമയത്തൊരു അന്നത്തെ കാലത്ത് ഒരു വൈറൽ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോ ജലാൽക്കാട് ഇന്റർവ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോ ഇത് വീണ്ടും ആളുകളുടെ മനസ്സിലേക്ക് വീണ്ടും കയറി വന്നോണ്ടിരിക്കുകയാണ്. ഓർമ്മകളായിട്ടാണ് പലർക്കും വരുന്നത്. ആ സമയത്ത് പഠിച്ചത്, നമ്മുടെ യാത്ര, നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ പ്രണയം, നമ്മുടെ ലൈഫ്, അതൊക്കെ മൈൻഡിലേക്ക് റിവേഴ്സ് വരാൻ അന്നുണ്ടായിരുന്ന കുറെ പാട്ടുകൾക്ക്, ഈ പാട്ടുകൾക്ക് മാത്രമല്ല സിനിമാ പാട്ടുകൾക്ക് അടക്കം അതെ അതെ അതിന് പറ്റും. അന്ന് ഈ പാട്ട് കൊണ്ട് ഒരുപാട് ഫാൻസിനെ സൃഷ്ടിച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ സ്റ്റേജ് ഷോസിലെല്ലാം ലൈവായിട്ട് നിൽക്കാണല്ലോ. അപ്പൊ സ്റ്റേജിൽ വരുമ്പോ എല്ലാ സ്ഥലത്തും പാടിക്കുന്നുണ്ട് ഈ പാട്ട് പാടാൻ. ജസ്റ്റ് ഇപ്പൊ കൊല്ലത്ത് ഓണ പ്രോഗ്രാമിന് കൃഷ്ണപ്രഭയുടെ എന്റെ നോഫലിക്കയുടെ പ്രോഗ്രാമിന് പോയപ്പം സ്റ്റേജിന്റെ ബാക്കിൽ ആങ്കർ ചെയ്ത് മാറിയിരിക്കുന്ന സമയത്ത് കല്ലായി പാടിയ ആളല്ലേ എന്ന് വെച്ചിട്ട് കുറെ ഫാമിലി വന്നിട്ടും അല്ലാതെയും ഒരുപാട് ആളുകൾ ചോദിക്കുമ്പോൾ അത് വല്ലാത്തൊരു ത്രില്ല, സന്തോഷമായി. ഒരുപാട്. ഇനിയിപ്പോ രണ്ടാമതൊരു തിരിച്ചുവരവില്ലേ? ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചതല്ലാതെ അറിയാതെ ആണ് വന്നെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഈ അറിയാതുള്ള വരവിലും ഇക്കാടെ ഒരു ഐഡന്റിറ്റി അവിടെ കാണിച്ചെന്നുള്ളതാണ്. അത് നമ്മളുടെ ഭാഷ അല്ലാത്തതിന്റെ പേരിലാണ് പെട്ടെന്ന് അത് തനി കോഴിക്കോട്, മലപ്പുറം ആ ഭാഗത്തുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വാക്കാം. അതിന്റെ ഉത്തരമാണ് ഈ പാട്ടിന്റെ താഴെ ഇതേത് ഭാഷ എന്ന് വെച്ചിട്ടുള്ള കമന്റുകൾ. മനസ്സിലാവൂല, കുറെ കഴിയുമ്പോ അത് കണ്ടെത്തും. പക്ഷെ പാട്ട് കേട്ട് തുടങ്ങിക്കഴിഞ്ഞാല് ആ പജ്ജിന്റെ നെജ്ജുമെന്നാണ് തുടങ്ങണെങ്കിലും ആ പാട്ട് പിന്നെ പോണത് ലൈഫിലേക്കാണ്. ആ പാട്ട് കേട്ടിട്ടില്ലാത്തവര് നിങ്ങളൊന്ന് കേട്ട് നോക്കിയോ, പജ്ജിന്റെ നെജ്ജ്. ആ പാട്ട് തുടങ്ങുമ്പോ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളൊരു തോന്നൽ വരുമെങ്കിലും ആ പാട്ടിന്റെ റൂട്ട്, പിന്നെ ആ പാട്ട് എത്തിപ്പെടുന്നത് വേറൊരു ലൈഫിലേക്കാ. അവിടുത്തെ വരികള് നമുക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് കേൾക്കാൻ പറ്റുന്ന വരികളാണ്. പിന്നെ ഇതിന്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വൻ ഭാഗ്യം കിട്ടി. അത് നമ്മളുടെ ആ ഫോൺ ഒന്ന് എടുക്കാവോടാ. ഈ പജ്ജിന്റെ നെജ്ജ് മിൽമയുടെ അല്ല അമൂലിന്റെ അല്ലെ, അമൂലിന്റെ പരസ്യത്തിൽ അവര് ടാഗ് ലൈൻ ആയിട്ട് ഇട്ടേക്കാണ് ഇത്, പജ്ജിന്റെ നെജ്ജ് കജ്ജുമ്മലായി. അത് വൻ സംഭവട്ടെ. ഇത് പ്രതീക്ഷിച്ചിരുന്ന ഇത് പജ്ജിന്റെ നെജ്ജ് കജ്ജുമ്മലായി, അത് വലിയ സംഭവല്ലേ. അത് അമുലിന്റെ പരസ്യത്തില് അവരുടെ ടാഗ് ലൈൻ ആയിട്ടൊക്കെ ഇടാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ അംഗീകാരമാണ് അല്ലേ. നമ്മളെ സംബന്ധിച്ച്
പണ്ട് നമ്മള് ഈ ആൽബങ്ങൾ ഇറക്കുന്ന സമയത്ത് എന്തായാലും ഒരു വിവാദം ഉറപ്പാ. അതെ ഇപ്പൊ പ്രേമം ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു, പിന്നെ ദിൽഹി ഫാത്തിമ ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക വർക്കിനകത്തും എന്തെങ്കിലും ഒരു ചെറിയ സംഭവങ്ങൾ അന്ന് ഉണ്ടാവും, പക്ഷെ അത് കൂടുതൽ ആളുകളിലേക്ക് അന്ന് എത്തൂല. പക്ഷെ ഇന്നിപ്പോ ഈ പാട്ട് ചെയ്യുമ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് ഇറക്കാൻ ഉദ്ദേശിച്ച വർക്ക് ഇതല്ല. എന്റെ കൂട്ടുകാരൻ യാത്രകളിൽ കൃഷ്ണപ്രഭയുടെ ഷോയ്ക്ക് പോകുന്ന ഒരു യാത്രയിലാണ് ഈ പാട്ട് ഉണ്ടാവുന്നത്, വയനാട് വെച്ചിട്ടുള്ള. ഈ പാട്ട് എഴുതുന്നതും അത് മുഴുവനാക്കണതൊക്കെ നമ്മുടെ കാസർഗോഡ് വന്ന യാത്രയിലൊക്കെ ഈ പാട്ടിന്റെ ഭാഗമാണ്. അപ്പൊ ഈ പാട്ട് ലാസ്റ്റിലേക്ക് ഒരു 2-3 പാട്ടാക്കിയിട്ട് ഇറക്കാന്നുള്ള പ്ലാനിങ്ങിന്. പക്ഷെ ഇതാണ് ഫസ്റ്റ് റിലീസ് ചെയ്തിട്ട് അതിനുശേഷം പിന്നെ ക്ലീശ ലവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ട് ചെയ്ത്, പിന്നെ 3ാമത്തെ ഒരു കല്യാണ പാട്ട് ചെയ്ത്, 3 പാട്ട് ചെയ്തിട്ടുണ്ട് 2 മാസത്തിനുള്ളിൽ. ഇതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് അവിടെ ഇട്ടതാണ്. അപ്പൊ നമ്മള് മെല്ലെ മെല്ലെ ഈ പാട്ടുകളെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഈ പജ്ജിന്റെ നെഞ്ച് ഇങ്ങനെ ഒരു രീതിയിലേക്ക് അവര് എന്താ പറയാ ഒരു പരസ്യതന്ത്രമാക്കിയാല് ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇത് ഇക്കടുത്ത് ചോദിച്ചിട്ടൊക്കെയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഒന്നും ഇറങ്ങിയിട്ടില്ല, ലിറിക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ റീൽസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെന്താ സാധാരണ നമ്മള് ഇത്തരത്തില് പാട്ടുകളൊക്കെ ഇറക്കുമ്പോ നമ്മൾ ഒരു വീഡിയോ സോങ് ആയിട്ടൊക്കെ അല്ലേ ഔട്ട് ചെയ്യാറുള്ളത്. എന്നെ സംബന്ധിച്ച് ഇപ്പോ ചെറുതായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് അറിയാം. അപ്പൊ ഒരു പാട്ട് ഇറക്കിയിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ ആണ് മാർക്കറ്റിൽ വരുന്നതെങ്കിൽ ആ വീഡിയോ പെട്ടെന്ന് വൈറലാവും. പക്ഷെ 2 മാസം കൊണ്ട് അത് ആ വൈറലിസം പോയിട്ട് ഔട്ടാവും. നമ്മളെ സംബന്ധിച്ച് നമ്മളെ പാട്ട് ഔട്ടാവാതിരിക്കാൻ മെല്ലെ മെല്ലെ ഇങ്ങനെ ക്ലിക്കാക്കി എടുക്കാൻ വീഡിയോ പതിയെ വരും. ഇപ്പൊ അതില് ഷിയാസ്കയാണ് അതിൽ അഭിനയിക്കുന്നത്. അടിപൊളി. ഷിയാസ്കക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടാണ്. വിളിക്കും, എന്നെ മാഗ്നറ്റ് എന്ന് വിളിക്കാം. എപ്പോഴാ ചെയ്യണം വിളിക്കും. ഇപ്പൊ ഞാൻ കുടുങ്ങി, ഇപ്പൊ ചെയ്യല് നിർബന്ധമായി. പിന്നെ എന്തായാലും ഒരു ആഴ്ചനുള്ളിൽ എന്റെ ഷൂട്ട്. അടിപൊളി. ഞാനിത് കണ്ടപ്പോ ചിന്തിച്ച കാര്യം അതാണ്. സാധാരണ ഇപ്പൊ ഇക്ക പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇതിൽ ഒളിഞ്ഞത്. മാർക്കറ്റിംഗിന്റെ ആളാണല്ലോ സൂപ്പർ ഹിറ്റുകൾ. തീർച്ചയായിട്ടും അത് ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ സമയം വേണം. എത്തിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വെക്കണം. പിന്നെ സംബന്ധിച്ച് ഇത് സംസാരിക്കാനും പാടാനും പോലും പ്രായമാവാത്ത ചെറിയ കുട്ടികൾ വരെ ഈ പാട്ട് പാടുന്നത് പലരും തന്നെ ഫോണിൽ കേൾപ്പിച്ചതായിട്ടുണ്ട്. അല്ല, കൂടുതൽ ഇക്കട പാട്ടുകൾ ഏറ്റവും ആദ്യം എത്തുന്നത് കുട്ടികളിലേക്കാണ്. അതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഞാൻ വിഷ്വല് ചെയ്യുമ്പോഴും ഇതിനകത്ത് എനിക്കൊരു പോർഷെ കാർ വേണം. അപ്പൊ ഷിയാസ്കയുടെ ഫ്രണ്ടിന്റെ കാറുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ പിന്നാലെ നടന്നു, നീ മേടിക്കണതാ അത് പറയാനില്ല. അപ്പൊ ആ കാർ കിട്ടുന്നത് വരെ ഞാനിത് വെയിറ്റ് ചെയ്യുന്നുള്ളതായിരുന്നു എന്റെ പ്ലാനിങ്. പക്ഷെ അത് പടച്ചന് എനിക്കത് എന്റെ കണ്ണിന് മുന്നിൽ തന്നെ കൊണ്ടുതന്നു. അപ്പൊ ഷിയാസ്കനെ ഇട്ട് പിന്നെ ആ കാറും പിന്നെ അതിനകത്ത് ഞാനും നമ്മൾ 3 കഥാപാത്രങ്ങളായിട്ട് അത് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര രസമാണ്. അപ്പൊ അതിനകത്ത് കഥയും തിരക്കഥയും സംഭാഷണമൊന്നും വേണ്ടല്ലോ. അത് കണ്ടിട്ട് ഇപ്പൊ ആരും മാറ്റങ്ങളൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. ഒരു രസം, ഒരു എന്റർടൈൻമെന്റ് അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ആ പാട്ട് പാടുമ്പോൾ തന്നെ ഒരു രസമാണ്. ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പം മനസ്സിലാവില്ല. പജ്ജിന്റെ നെഞ്ച് കജ്ജുമ്മലായാൽ എന്താക്കും, 501 ബാർ സോപ്പ് കൊണ്ട് ഞാൻ കേൾക്കും, സോപ്പ് വാങ്ങാൻ കായില്ല ഞാൻ എന്താക്കും, പൈപ്പിൻ്റെ ഒട്ടിലെ സോപ്പ് എടുത്ത് ഞാൻ കേൾക്കും, ചക്കൻ്റെ വളഞ്ഞ് ചുണ്ടുമലായാൽ എന്താക്കും, ചിമ്മിനി എടുത്ത് ചുണ്ടുമലാക്കി ഞാൻ പോക്കും. അത് പാടി നമ്മളാ പാട്ടിന്റെ റൂട്ട് വന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റൂട്ട് മാറ്റാൻ. കനവിൽ കണ്ടൊരു സുന്ദരി എന്നും അവളാണേ, കാണും നേരം മോറ് മറച്ചൊരു പോക്കാണ്. പിന്നെ അതിനകത്ത് ഒരു ചെറിയ റാപ്പ് വേർഷൻ ഉൾപ്പെടുത്തി. ഓളും വേണ്ട ഒലക്കും വേണ്ട സ്നേഹം അടുത്തല്ലോ, ഓളക്കാളും മുഞ്ചുള്ളോള് വയ്യിൽ വരുമല്ലോ. അപ്പൊ മൊത്തത്തില് ഏതെങ്കിലും ഒരു ഞാൻ ഈ പാട്ട് കേട്ടപ്പോ അത് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ വേറെ റൂട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ചിന്തിച്ച് പകുതി എത്തിയ സമയത്ത് ഇനി ഈ പെണ്ണിനെ ഉദ്ദേശിച്ചായിരിക്കും നെയ്യ് കയ്യുമായ. അത് കറക്റ്റാണ്. അതായത് പ്രണയം യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമല്ല നമ്മുടെ ലൈഫിൽ ഉള്ളതെങ്കിൽ അത് പജ്ജിന്റെ നെജ്ജ് കജ്ജുമലായ പോലെ ഉണ്ടാവും. ആ പാട്ടിനകത്ത് ലാസ്റ്റ് ഉണ്ടാവും, ഓളും വേണ്ട ഒലക്കും വേണ്ട സ്നേഹം എടുത്തല്ല, ഓളക്കാളും മഞ്ചുള്ളുകൾ വയ്യിൽ വരുമല്ലോ. അതായത് പിന്നെ ഓളെ കുറ്റം പറഞ്ഞിട്ട് ഇട്ടച്ച് പോവാണ് ചെയ്യണത്. ഇനിയിപ്പോ ഇതിന്റെ വിഷ്വലിന് നമ്മൾ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും തകർക്കും. ഇപ്പൊ 2ാമത്തെ വരവിൽ ആദ്യത്തെ വർക്ക് തന്നെ ഇതേപോലെ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ അല്ലേ? ഇനി പുതിയ വർക്കുകൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആദ്യം ഇറക്കാൻ ഉദ്ദേശിച്ചത് ഇതല്ല, ഉദ്ദേശിച്ച സംഭവങ്ങൾ കിടക്കുന്നുള്ളൂ. അടിപൊളി. എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാത്തിനും. പിന്നെ ഇപ്പൊ സ്റ്റേജ് ഷോയുടെ കാര്യം പറയുകയാണെങ്കിൽ
ഇപ്പൊ അവതാരകനായിട്ട് ഇങ്ങനെ മൊത്തം ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സെലിബ്രിറ്റീസ്. എവിടെ നമ്മുടെയൊക്കെ വർക്ക് കുറഞ്ഞ ഇപ്പൊ വിളിക്കുമ്പോ പ്രോഗ്രാം ഇല്ല, അത് ജലാലുണ്ട്. എന്നാലും ജലാൽക്കാരുടെ ശൈലി ഭയങ്കര രസമാണ്. ഞാനത് എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെച്ചാൽ ഒന്നാമത്തെ ഓഡിയൻസ് ആയിട്ട് കാണാതെ നമ്മളിൽ ഒരാളായിട്ട് അവരോട് നമ്മൾ സംസാരിക്കുമ്പോ എങ്ങനെയാണ് നമ്മള് സംസാരിക്കാം. അപ്പൊ അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇഷ്ടമാണ്. അപ്പൊ അത് നോർമലായിട്ട് ഇപ്പൊ എന്തെങ്കിലും അബദ്ധം പറ്റിയാല് ഒബ്രമാളില് കൂടുതലിന്റെ പ്രൊമോഷൻ വന്നപ്പം ഒരു സിനിമ നടീന്റെ പേര് പറഞ്ഞാൽ മാറിപ്പോയി, പ്രൊഡ്യൂസർ എന്നിട്ടും പറഞ്ഞു. അവര് സ്റ്റേജിൽ നിന്ന് അത് എടുത്തിട്ട് എന്നെ തേച്ച് ഒട്ടിച്ചു തന്ന് ഞാൻ അവിടുന്ന് അവരുടെ മുന്നിൽ തന്നെ ഏറ്റിട്ട് ഇനി ഞാൻ തെറ്റിച്ച് പറയില്ല, സോറി മാപ്പാക്കണം പറഞ്ഞു. വേറെ ഒരു രക്ഷയില്ല. പിന്നെ അവിടെ നമ്മൾ സങ്കടം പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ ആളുകൾ വരുമ്പോ പേര് പറഞ്ഞു. അപ്പൊ ആ അവസ്ഥകൾക്ക് അനുസരിച്ച് അത് രസകരമാക്കാന്നുള്ളതാണ്. പിന്നെ സ്പോണ്ടേനിറ്റിയുടെ ആളാണല്ലോ. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു പഠിക്കണ ചില ആൾക്കാർ മറ്റേ കിണ്. ഞാൻ ഇന്നൊരു സംഭവം ഉണ്ട് എന്തായാലും കിണായിട്ട് വന്നേക്കണ ആളല്ലേ. അപ്പൊ ചെറിയൊരു ടാസ്ക് നമുക്ക് ആ ടാസ്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ടാസ്കാ? കുഞ്ഞു ടാസ്ക് ഇക്കാക്ക് സിമ്പിൾ ആയിരിക്കും. പ്രതിഫലം ഉണ്ടോ? ഞാൻ ടാസ്കിൽ നിൽക്കുമ്പോ അതിന് റിട്ടേൺ പ്രതീക്ഷിക്കും. റിട്ടേൺ ഞാൻ വിജയിച്ചാൽ എനിക്ക് എന്തെന്ന് ഞാൻ ചോദിക്കും. നമ്മളുടെ ക്യാമറമാൻ സുപ്പി. ഈ ക്യാമറമാൻ സുപ്പി എന്ന് പറയുന്നത് ഞാനൊരു 8 വർഷത്തിന് ശേഷം കാണുവാണ്. എന്റെ ചങ്കാണ്, എന്റെ സുഹൃത്താണ്. ഞാനും അവനോട് ഗൾഫിലെ സ്റ്റുഡിയോ ഒക്കെ നടത്തിയതാണ്. എന്റെ പ്രിയപ്പെട്ടവനാണ്. അത്രയും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല കണ്ടിട്ട് കുറേയായി. കോൾ ചെയ്യാറും കല്യാണത്തിന് വിളിച്ചിട്ടൊന്നും വന്നിട്ടില്ല. അന്നേരമൊക്കെ പാട്ട് നിർത്തിയ സമയമാണ്. അപ്പോ ഈ വീണ്ടും അവനെ വിളിച്ച് ഇന്നിപ്പോ കണ്ടു കഴിഞ്ഞപ്പം പഴയ സുപ്പി തന്നെയാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. പഴയ സുപ്പി ഒന്നല്ല ഇപ്പൊ. അഹമ്പോ സുപ്പി പാരാമോന്നറിയോ? കുപ്പിയാണോ ഇപ്പൊ? ഇപ്പൊ സെലിബ്രിറ്റീസിന് സുപ്പി ഇല്ലാണ്ട് പറ്റൂല. ഒരു ഫോട്ടോഷൂട്ട് വേണം, സുപ്പി ഒരു കവർ എടുക്കാം, സുപ്പിനെ സംബന്ധിച്ച് സുപ്പിനെ അറിയില്ലായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ക്യാമറ ചെയ്യുന്നവനാണ്, നമ്മുടെ ആൽബം ഫീൽഡിലുള്ളവനാണ്, എൻ്റെ ഇന്റിമേറ്റ് സുഹൃത്താണ്, എൻ്റെ ഒരു അനിയനെ പോലെ ഉള്ളതാണ്. എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സഹോദരന് തുല്യമായിട്ടുള്ള ഒരു കലാകാരനാണ്. ഇന്ന് മൊത്തം സെലിബ്രിറ്റീസിൻ്റെ ഒരുപാട് വീഡിയോകളടക്കം, ശ്വേതാമേനൻ്റെതടക്കം, അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. SR വേൾഡിൻ്റെ സ്വകാര്യ സ്വത്താണ്. അപ്പോൾ അവൻ വലിയൊരു കലാകാരനാണ്. അപ്പോൾ അവൻ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവന് കൊടുക്കുന്ന റെസ്പെക്റ്റും സത്താർക്കുള്ള റെസ്പെക്റ്റും ഒക്കെ വേറെയാണ്. പണ്ട് ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തവരാണ്. അപ്പൊ നമ്മള് ടാസ്കിലേക്ക് പോവാണ്. കുഞ്ഞു ടാസ്ക്. എന്തായാലും ഈ സ്പോണ്ടേനിറ്റിയുടെ ആളല്ലേ. ഇപ്പൊ ഈ കൗമുദിയുടെ ഷോ, അങ്ങനെ പല ഷോയില് എവിടെ സ്റ്റേജിൽ കയറിയാലും ആളുകൾ കുറെ വാക്ക് കൊണ്ടുവരും. അവര് പറയുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ പാടിക്കൊടുക്കുക. ഇതൊക്കെ കണ്ടപ്പോ സ്റ്റേജിൽ പാടുമ്പോ പറയണത് എന്താണോ കാണുന്നത്, നിന്നിട്ട് പാടുന്നു, ഇവിടെ ഇരുന്നിട്ട് പാടുന്നു, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഇവിടുത്തെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും ആ കിണ് എന്ന അക്ഷരം വെച്ചിട്ട് പാടും, തയ്യാറാണ്. പാടിക്കഴിഞ്ഞാല് സ്റ്റേജിലാണെങ്കിൽ ഞാൻ പറയും ചിലപ്പോൾ 1 ലക്ഷം രൂപ എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പാടാൻ പറ്റിയില്ല, ഞാൻ പാരിതോഷികം തരും എന്നൊക്കെ പറയും. ഇവിടെ ഞാൻ പാടാൻ അവിടുത്തെ അതേ ധൈര്യം ഇവിടെയുണ്ട്. എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും എന്ത് തന്നാലും എന്ത് ടാസ്ക് ആണെങ്കിലും ഞാൻ വിജയിക്കും. ഞാൻ അങ്ങനെ വിജയിച്ചാൽ എനിക്ക് എന്ത് തരും, വിജയിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കണത് തരും. വിജയിച്ച് ഞാൻ എഴുതി വെച്ചേക്കണ കുറച്ച് തയ്യാറാണ്. എന്റെ ചോദ്യം അതാണ്. അപ്പൊ വിജയിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു 10,000 രൂപ തരാം. സെറ്റ്. ഞാൻ ജയിച്ചാൽ സ്പെക്സ് തരണം. എങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ നിങ്ങൾ എടുക്കുന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ. ഇതിപ്പോ പ്രശ്നം എന്താണെന്നാ, സ്പെക്സ് തരാതെ എനിക്ക് ഇനി അടുത്തൊരു പരിപാടിക്ക് നീ അതാ ജലാലിന് കൊടുത്തില്ലേടാന്ന് ചോദിക്കും. അതില്ലല്ലോ. പക്ഷെ അത് ജലാലല്ലോ. അതല്ലാന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഷോയ്ക്ക് പോകുമ്പോൾ ഞാൻ ഓഡിയൻസിനോട് പറയും എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പ്രോഗ്രാമിന് കൊണ്ടുവന്നാൾ 1 ലക്ഷം തരും, എന്റെ കയ്യിലുള്ള ഐഫോൺ തരും. മെനിയാന്ത ഷോയ്ക്ക് ഞാൻ എന്റെ കൂടെയുള്ള ഫ്രണ്ടിന്റെ ആരും ഒന്നും തന്നില്ലെങ്കിലും ഞങ്ങളെ 3 പേരുടെ ഐഫോൺ തരും എന്ന് പറഞ്ഞു. ഒറ്റ ഓട്ടോ. അല്ല ഇത് ഞാൻ തരും, ഉറപ്പല്ലേ? ഈ സ്പെക്സ് ഞാൻ തരും. തിരിച്ച് ഇക്കാക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യൂസ് ചെയ്തോ. തിരിച്ച് ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചോദിക്കരുത്, ഞാൻ തരൂല. അങ്ങനെ ഇവൻ തന്നിട്ടില്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വരുന്ന ആളുടെ മുന്നിൽ ഈ ഗ്ലാസ് ഇട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവൻ വാക്ക് പാലിച്ചിട്ടില്ല. വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു തരുമല്ലോ. ഞാൻ ഉപയോഗിച്ചിട്ടല്ല ഇഷ്ടം പറയല്. അല്ല വെച്ച് ഓക്കെ. അഥവാ വേണ്ട, എനിക്ക് തീരുമാനം മാറ്റണ്ട, എനിക്ക് അത് സമ്മാനമായിട്ട് തന്നാ മനസ്സറിഞ്ഞിട്ട്. ശരി, റെഡി, ശരി, നോക്കാം.
അപ്പോ ചെറിയൊരു വേണ്ടാന്ന് വെച്ചാലോ? ഇല്ല എനിക്കിതൊന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഈ സ്പെക്സ് വേണ്ടപ്പെട്ട ആരോ തന്നത്, അല്ല നല്ല വിലയുള്ള ഒരു സ്പെക്സ് ഇല്ല. പക്ഷെ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, സ്പെക്സ് ഞാൻ ഇക്കാക്ക് തരുകയും ചെയ്യും, ഇക്ക് ഇത് വെച്ചിട്ട് തിരിച്ചെനിക്ക് തരുകയും ചെയ്യും. അത് ഉറപ്പാ. അങ്ങനെയാണ്. അത് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഞാൻ അതിന്റെ മറുപടി ഞാൻ പാട്ടിൽ തരാം. ഓക്കെ. സെറ്റ്. രാധാമണി കടന്നു വരൂ. ഇതാണ് ഐശ്വര്യമായിട്ട് അങ്ങോട്ട്. ഞാനാണ് ഇത് എന്താ എഴുതിയത്? ഇത് ഇനി അവിടെ പോയിരുന്നോളൂ. ഇത് ഞങ്ങളുടെ എല്ലാം എഡിറ്ററാണ്. ഇതിലുള്ളതാണ് ഞാൻ പാടേണ്ടത്. അതായത് ഇതിൽ ഞാൻ കുറച്ച് പേപ്പേഴ്സിൽ കുറച്ച് എന്താ ഓരോ മാറ്റേഴ്സ് എഴുതി വെച്ചു. ഞാൻ മെജീഷ്യനെ പോലൊക്കെ ആയിപ്പോയി. ഇതിലുള്ളതാണ് ഞാൻ പാടേണ്ടത്. അതിലുള്ള സബ്ജക്റ്റ് ആണ്, അതാണ് ഇക്കാക്കുള്ള സബ്ജക്റ്റ്. അപ്പൊ ഓരോ സബ്ജക്റ്റിനനുസരിച്ചിട്ടുള്ള പാട്ട്. പക്ഷെ ടൈം ഒന്നുമില്ല. ഇക്ക സ്പോണ്ടേനിറ്റിയുടെ ആളാണ്. തുറക്കുന്നു, വായിക്കുന്നു, പാടുന്നു, അതിനിടയിൽ വേറെ വർത്താനുമില്ല. ഓക്കെ. മത്സരം വെച്ചിക്കണ്, നമ്മള് തയ്യാറാന്ന് പറഞ്ഞിക്കണ്, ഒരു പെൺകുട്ടി നടന്നു വന്നിക്കണ്, ഓളെ ഫ്രെയിമില് കണ്ടിക്കണ്, ഓളെ വിളിച്ചിക്കണ്, കയ്യിലൊരു പാത്രം കണ്ടിക്കണ്, അതിന്ന് നറുക്കൊന്നെടുത്തിക്കണ്, അതെടുത്തിട്ട് പാടാൻ പറഞ്ഞിക്കണ്, ഓൻ അന്തം വിട്ട് ചിരിച്ചിക്കണ്, ഞമ്മള് മെല്ലെ മെല്ലെ തുറന്നിക്കണ്, പേപ്പർ നോക്കാതെ അന്നെ നോക്കി ചിരിച്ചിക്കണ്, മെല്ലെ പേപ്പറിലേക്ക് നോക്കിക്കണ്, ഇംഗ്ലീഷിൽ എഴുതിക്കണ്, KOCHI എന്ന് വായിച്ചിക്കണ്, ഇത് കൊച്ചിയാന്ന് തിരിഞ്ഞിക്കണ്, കൊച്ചിയിൽ വന്നിക്കണ്, നമ്മള് ഇന്റർവ്യൂല് ഇരുന്നിക്കണ്, നമ്മള് കണ്ടതൊക്കെ പാടിക്കണ്, സ്പെക്സ് തരോന്ന് ചോദിച്ചിക്കണ്, ഓന് അന്തം വിട്ടിട്ട് ഇരുന്നിക്കണ്, തല മെല്ലെ മെല്ലെ ഇളക്കിക്കണ്, ഇപ്പം ചിരിയൊക്കെ വന്നിക്കണ്, കയ്യെ ചുണ്ടുമൽ വെച്ചിക്കണ്, മൂപ്പര ചിരിയൊക്കെ കൂടിക്കണ്, കയ്യെ ഇളകി തുടങ്ങിക്കണ്, രണ്ട് കയ്യിലും പാത്രം പിടിച്ചിക്കണ്, എന്തൊക്കെ സൗണ്ട് വന്നിക്കണ്, കയ്യ് കെട്ടാൻ പോയിക്കണ്, നല്ല ഷർട്ടിങ്ങനാക്കിക്കണ്, വീണ്ടും പാത്രം നീട്ടിക്കണ്, അടുത്തത് എടുക്കാൻ പറഞ്ഞിക്കണ്, ഇത് നമ്മൾ തിരിച്ചു കൊടുത്തിക്കണ്, എന്നിട്ട് ഇതൊന്ന് തുറന്നിക്കണ്, തുറന്നത് നമ്മള് കണ്ടിക്കണ്, ഓൺലൈന് ചാനലിന് എഴുതിക്കണ്, അതിനെപ്പറ്റി പാടാൻ പറഞ്ഞിക്കണ്, പാട്ടായി മാറിക്കണ്, നാട്ടാര് മൊത്തത്തിൽ ഇറങ്ങിക്കണ്, എല്ലാരും ബ്ലോഗിങ് തുടങ്ങിക്കണ്, നല്ലോണം തൊട്ടുണ്ടാക്കി തുടങ്ങിക്കണ്, തെറിയൊക്കെ തുടങ്ങിക്കണ്, ചിലര് നല്ലതും പറഞ്ഞിക്കണ്, ചിലത് ഫുഡിൽ ഇറങ്ങിക്കണ്, എന്നിട്ട് പൈസാക്കി തുടങ്ങിക്കണ്, ഞമ്മക്ക് ഇഷ്ടായി മാറിക്കണ്, ഓൺലൈൻ ചാനല് വന്നിക്കണ്, എല്ലായിടത്തും പോയിട്ടിരുന്നിക്കണ്, ഞമ്മക്ക് കോള് വന്നിക്കണ്, ഇന്റർവ്യൂ തരുമെന്ന് ചോദിച്ചിക്കണ്, അവസാനം ഇവിടെയും എത്തിക്കണ്, പരിപാടിന്റെ പേരെന്താന്ന് ചോദിച്ചിക്കണ്, നമ്മളോട് അതൊന്നും മറന്നിക്കണ്, പ്രോഗ്രാമിന്റെ പേര് ചോദിച്ചിക്കണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിക്കണ്, പഹയൻ അന്തം വിട്ടിട്ടിരുന്നിക്കണ്, നമ്മള് പാടിക്കണ്, അവിടുന്ന് അടിപൊളി പറഞ്ഞിക്കണ്, ക്യാമറമാൻ ഓന് ചിരിച്ചിക്കണ്, ഓന് സന്തോഷം തോന്നിക്കണ്, റൈറ്റിലും ലെഫ്റ്റിലും ഇളകിക്കണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കണ്, ഇടത്തെ കയ്യിലെടുത്തിക്കണ്, നമ്മള് തിരിച്ചു പിടിച്ചിക്കണ്, ഒറ്റ കണ്ണോണ്ട് നോക്കിക്കണ്, യാ മോനെന്ന് കണ്ടിക്കണ്, ഇതെന്താന്ന് തിരിഞ്ഞിക്കണ്, ഞമ്മള് നല്ലോണം വായിച്ചിക്കണ്, 3 അക്ഷരം കിട്ടിക്കണ്, വലിയൊരു സ്റ്റാറിനെ കണ്ടിക്കണ്, മൂപ്പരെ ഇഷ്ടാന്ന് പറഞ്ഞിക്കണ്, പേപ്പറിൽ മമ്മൂട്ടിന്ന് എഴുതിക്കണ്, കുറച്ച് മുന്നേ കഴിഞ്ഞിക്കണ്, മൂപ്പരെ ബർത്ത്ഡേ കഴിഞ്ഞിക്കണ്, ലോകം മൊത്തം ഇളകിക്കണ്, അടിപൊളി സ്റ്റൈലിൽ വന്നിക്കണ്, മമ്മൂക്കക്ക് പ്രാർത്ഥന കിട്ടിക്കണ്, രോഗം തുന്നമ്പാറി പോയിക്കണ്, മൂപ്പര് തിരിച്ചു വന്നിക്കണ്, കാറിന്റെ സൈഡിൽ നിന്നിക്കണ്, അടിപൊളി ഫോട്ടോ വന്നിക്കണ്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിക്കണ്, മൂപ്പർക്ക് സന്തോഷം തോന്നിക്കണ്, എല്ലാരും നല്ലോണം കണ്ടിക്കണ്, മൂപ്പരെ പിന്നാലെ കൂടിക്കണ്, പൊട്ടനെ പോലെ ഇരുന്നിക്കണ്, കഴിഞ്ഞിട്ടില്ല പറഞ്ഞിക്കണ്, ഓനെ പൊട്ടന് വിളിച്ചിക്കണ്, എന്നിട്ടും നല്ലോണം ചിരിച്ചിക്കണ്, മൂപ്പര് ക്യാമറ നോക്കിക്കണ്, ഞമ്മളെ കയ്യില് കിട്ടിക്കണ്, വിരല് പല്ലുമ്മൽ വെച്ചിക്കണ്, കുഞ്ഞു വാവ്യാകം ചോദിച്ചിക്കണ്, ഓനെ വട്ടം കറക്കിക്കണ്, പേപ്പർ തിരിച്ചു പിടിച്ചിക്കണ്, ഞമ്മള് തലരിച്ച് പിടിച്ചിക്കണ്, കമോൻഡോണി കമൻഡോണി എന്ന് വായിച്ചിക്കണ്, കമൻഡോളി ഒരു ചെറിയൊരു ബ്രേക്ക് ഞാൻ പഠിത്തരാം. ഇത് എഴുതിയേക്കണവനൊന്ന് കാണണോട്ടാ, കമൻഡോണി അല്ല കമൻഡോളി. ഇതെന്താന്ന് ചോദിച്ചിക്കണ്, നമുക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞിക്കണ്, ചോദ്യം പറയാൻ പറഞ്ഞിക്കണ്, ഇതെന്താന്ന് ചോദിച്ചിക്കണ്, കമൻഡോളി
കമന്റോളി ഡോളി എന്ന് പറഞ്ഞിക്കണ്, ആരോ എഴുതിക്കണ്, എഴുതിയത് കേക്കാണ്ട് എഴുതിക്കണ്, അത് തെറ്റിയിട്ട് വന്നിക്കണ്, നമ്മളെ കയ്യിൽ കിട്ടിക്കണ്, അത് മലയാളത്തിൽ എഴുതിക്കണ്, അത് തെറ്റായി പോയിക്കണ്, ഓളും ഇംഗ്ലീഷിൽ എഴുതിക്കണ്, അത് ശരിയായിട്ട് എഴുതിക്കണ്, കമന്റ് ഓളിന്ന് എഴുതിക്കണ്, മലയാളം അറിയില്ലാന്ന് തിരിഞ്ഞിക്കണ്, ഇംഗ്ലീഷ് അറിയുന്നു തിരിഞ്ഞിക്കണ്, നമ്മള് തുറന്നിക്കണ്, നമ്മള് ഫേസ്ബുക്കിൽ എത്തിക്കണ്, കമന്റോളി മാമന്മാരെത്തിക്കണ്, തെറിന്റെ പൊടിപൂരം തുടങ്ങിക്കണ്, പണില്ലാണ്ടായിക്കണ്, നേരം വെളുത്ത് തുടങ്ങിക്കണ്, അപ്പോൾ എഴുതാൻ തുടങ്ങിക്കണ്, എല്ലാരും തെറിയൊക്കെ വിളിച്ചിക്കണ്, വേണ്ടാത്തതൊക്കെ പറഞ്ഞിക്കണ്, കമന്റോളിന്നും കണ്ടിക്കണ്, അവസാനത്തെ നറുക്കെടുത്തിക്കണ്, നമ്മളെ കയ്യിൽ കിട്ടിക്കണ്, ലാസ്റ്റ് എന്ന് പറഞ്ഞിക്കണ്, ഓന്റെ കാലൊക്കെ ഇളകിക്കണ്, ടോട്ടലി ചിരിയാന്ന് തോന്നിക്കണ് എന്നൊരു സൗണ്ടും കേട്ടിക്കണ്, എംജിന്റെ ചിരിയാന്ന് പറഞ്ഞിക്കണ്, കൈ മൊത്തം ചുണ്ടുമേല് വെച്ചിക്കണ്, നാക്കോണ്ട് ക്ലീനാക്കി മാറ്റിക്കണ്, കഴുത്തൊക്കെ പൊക്കിക്കണ്, കൈ താടിമേൽ വെച്ചിക്കണ്, നമ്മള് കമന്റ് ഒന്ന് നോക്കിക്കണ്, ഏറ്റവും ഒന്ന് വായിച്ചിക്കണ്, അത് കഴിഞ്ഞ് മികച്ചാന്ന് എഴുതിക്കണ്, അവതാരകൻ എന്നും കണ്ടിക്കണ്, നസീഫ് ബ്രാക്കറ്റിൽ എഴുതിക്കണ്, ഓനെ പറ്റി പാടാൻ പറഞ്ഞിക്കണ്, ആള് ഉഷാറാന്ന് പറഞ്ഞിക്കണ്, സൂപ്പറായി മൂപ്പര് മാറിക്കണ്, പൊക്കി വിടാൻ പറഞ്ഞിക്കണ്, അടിപൊളി ആങ്കറാന്ന് തിരിഞ്ഞിക്കണ്, പഹയൻ കിടിലാന്ന് പറഞ്ഞിക്കണ്, നല്ലോണം പൊക്കിയിട്ട് പറഞ്ഞിക്കണ്, തേയില തോട്ടമുണ്ട് പറഞ്ഞിക്കണ്, കൊട്ടാരമലത്തെ വീടുണ്ട് പറഞ്ഞിക്കണ്, നമ്മള് പെട്ടിട്ടിരുന്നിക്കണ്, ഒക്കെ കൂടെ ഒലക്കമ്മലായിക്കണ്, ഞമ്മള് നറുക്കെടുത്ത് വായിച്ചിക്കണ്, കിട്ടിയതൊക്കെ ഞമ്മള് പാടിക്കണ്, സ്പെക്സ് തരാന്ന് പറഞ്ഞിക്കണ്, തന്നിട്ട് തിരിച്ച് തരണമെന്നും പറഞ്ഞിക്കണ്, നമ്മൾ ആ വാക്ക് പാലിക്കെന്നും പറഞ്ഞിക്കണ്, രണ്ട് കൈ കൊണ്ട് പിടിച്ചിക്കണ്, വീണ്ടും കണ്ണുമേല് വെച്ചിക്കണ്, അവിടുന്ന് ഊരാൻ പറഞ്ഞിക്കണ്, ഇവിടെ വെക്കാൻ പറഞ്ഞിക്കണ്, മൂപ്പര് സ്പെക്സ് ഒന്ന് തിരിച്ചിക്കണ്, എന്നിട്ട് വെച്ച് തുടങ്ങിക്കണ്, ഇതിന് പവർ ഉണ്ട് പറഞ്ഞിക്കണ്, എന്നാലും കുഴപ്പമില്ല പറഞ്ഞിക്കണ്, ലെൻസ് ഞാൻ മാറ്റിക്കോളാ പറഞ്ഞിക്കണ്, 300 അവള് പറഞ്ഞിക്കണ്, ഫ്രെയിമിനാണ് പൈസ എന്നും പറഞ്ഞിക്കണ്, ഞമ്മള് ഇവിടെ വന്നിക്കണ്, ഇന്റർവ്യൂല് കണ്ടിക്കണ്, നസീബിനെ വെല്ലുവിളിച്ച് പാട്ട് പാടിക്കണ്, ഈ സ്പെക്സ് ഞമ്മക്ക് സമ്മാനമായിട്ട് തന്നിക്കണ്, ഇത് ഞാൻ തിരിച്ചു തരൂലെന്ന് 10 വട്ടം പറഞ്ഞിക്കണ്, നസീബിന് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കോന്നും വിളിച്ചിക്കണ്. സംഭവം അടിപൊളിയാട്ടോ, സെറ്റ് സൂപ്പർ. താങ്ക് യു. അല്ല എന്താണെന്ന് ഈ സാധനം എന്തായാലും വേണമല്ലോ, അത് വേണം, തലവേദന എടുക്കോട്ടെ, സ്പെക്സ് ആദ്യം ഞാൻ ഇതില്ല, ഇത് മാറ്റി 300 റുപ്യ ഉള്ളു, കൂട്ടുകാരൻ്റെ അവിടെ ഉണ്ട്, എന്നാലും തിരിച്ചറിയൂല. ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് തൂപ്പേ? അല്ല ഞാന് നമ്മളടുത്ത് വെല്ലുവിളിക്കുമ്പോ നമ്മൾ വെല്ലുവിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോണ്ടേ അല്ലേ? അവിടെ കണ്ണൊക്കെ നിറഞ്ഞു. ഇതിനകത്ത് സത്യത്തിൽ ആരാ അവതാരക? കാണാൻ പറ്റില്ലാന്നേ, എനിക്കിത് പവറുള്ളതായിട്ട് തോന്നില്ലല്ലോ. അപ്പൊ എനിക്കും പവർ ഉണ്ട്, പവർ ഉണ്ട്. അപ്പൊ എങ്ങനെ വന്ന് പവർ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പാടി? എനിക്ക് ലേശം കാഴ്ചക്കുറവുണ്ട്, ഞാൻ മനപ്പുറം വെക്കാൻ നിൽക്കണതാ. താങ്ക് യു. ഇനി എന്റെ കണ്ണിൽ ഇത് എവിടെ കാണാണെങ്കിലും നിങ്ങൾ ഉറപ്പിച്ചോ, ഇതെനിക്ക് തന്ന സമ്മാനമാണ്, ഹൃദയം കൊണ്ട് തന്നല്ലേ. ആടാ ഇല്ല, ചില ആളുകൾക്ക് ചില സംഭവങ്ങൾ വിട്ടുകൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു സെഗ്മെന്റിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു, അല്ലാതെ പൊളിയാണ്, അടിപൊളിയാണ്. സെറ്റ്, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ക്വസ്റ്റ്യൻസ് ഒക്കെ മറന്നോല്ല, ഇപ്പൊ എന്തെന്നായിരുന്നു അല്ല ഇത് ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ല, ഇത് ഹൃദയം നഷ്ടപ്പെട്ടപ്പോ ഓന്റെ കംപ്ലീറ്റ് ഇത് ഞാൻ തിരിച്ചു തരുന്നേന്ന് അറിയില്ല. വെച്ചോ, അടിപൊളി സെറ്റ്. ഓർമ്മക്കായി തൽക്കാലം വെക്ക്, തൽക്കാലം കണ്ണാണാൻ വേണ്ടിട്ട്. കയ്യാറായില്ലേ? കയ്യാറായി, തകർത്ത്. ഞാൻ ഒന്നും ഒരു കാര്യം പറഞ്ഞുതരാം, ഞാൻ ഇത്രയും നെഞ്ചിരിപ്പോട് കൂടിയിട്ട് ഈ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഈ പ്രശ്നമുണ്ട്.
ഇത്രയും ബേജാറായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ്. കാരണം 2-3 സ്ഥലത്ത് കയ്യിൽ നിന്ന് പോയോടുന്ന് ഞാൻ തിരിച്ചു പിടിച്ച. ഞാൻ എന്താണെന്ന് ഇത് ബൗളിലാക്കി ഇങ്ങനെ ഇട്ടത്, മറ്റത് ഒരു കാര്യം പറയും പാടും, അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയും. കണ്ടിന്യൂസ് ഇങ്ങനെ വരുമ്പോ എവിടെയെങ്കിലും നിങ്ങൾ എന്നെ ഹോപ്പ് ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷെ അത് പരാജയപ്പെടുത്താന്നുള്ള ആ ഒരു നെയ്യത്തോടു കൂടി തന്നെ ഞാൻ വിജയിക്കണം എന്നുള്ള നെയ്യത്തോടു കൂടി പാടി. പക്ഷെ പരാജയപ്പെടാൻ 2 സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ പടച്ചോന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു. വേറെ ഒന്നുമല്ല, ഈ സാധനം നമ്മളുടെ കിണ് സ്പോട്ടില് പാട്ടുണ്ടാക്കുക, പാടുക, സ്പോണ്ടേനിയസ് ആയിട്ട് നിർത്താതെ അത് നിങ്ങളെ കഴിഞ്ഞിട്ട് അതിന് വെല്ലാൻ ആളില്ല കേട്ടോ. അത് എഴുതി വെച്ചുതരാ, അത് നിങ്ങൾക്ക് തീരെ എഴുതി വെച്ചേക്കണ സാധനമാണ്. അതിൽ ഇനി വേറെ ആളെന്നോ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത കാര്യമാണ്. അതിൽ ഞാൻ ഒരിക്കലും അഹങ്കരിക്കൂല, സന്തോഷിക്കൂല. പക്ഷെ ജസ്റ്റ് രക്ഷപ്പെടാനുള്ള ഒരു വഴി അത്ര. അടിപൊളി സെറ്റ്. നമ്മള് ലൈവ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. പിന്നെ ഞാൻ ചോദിക്കാനുണ്ടായിരുന്ന ഒരു കാര്യം, നമ്മൾ കുറെ സംസാരിച്ച് സമയം പോയി. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കുറെ ചോദിച്ചില്ല. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ. ഒരു സിനിമ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അർജുൻ അശോകനും അമ്പാടി ടാക്കീസ്. ഭയങ്കരമായിട്ട് ഇഷ്ടം. പിന്നെ എന്ത് പറ്റി പിന്നീട് സിനിമയിലേക്ക് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് കടന്നു വരാൻ? ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ ആഗ്രഹങ്ങൾ അവസാനിപ്പിച്ച് പോയതാ പറഞ്ഞില്ലേ. ആഗ്രഹങ്ങൾ അവസാനിപ്പിച്ച് വേറെ സ്ഥലത്ത് ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ മാന്യമായിട്ട് എന്തെങ്കിലും ചെറിയൊരു തൊഴിൽ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ചെറിയ ലൈഫ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഫുട്പാത്ത് കച്ചവടത്തിൽ നിന്ന് വന്നാണ്. ആ സമയത്ത് ഞാൻ ശരിക്കും മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. പിന്നീടാണ് പാട്ടുകാരനായത്. എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ പ്രായത്തിനപ്പുറത്തുള്ള ചിന്തകളാണ്. ബാക്കിയുള്ളവർ ചെയ്യുന്നതല്ലാതെ നമ്മുടേതായിട്ടുള്ളൊരു പാറ്റേണിലുള്ള എഴുത്ത്, ഡയറക്ഷൻ, അങ്ങനത്തെ മൂഡാണ്. പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട്, പിന്നെ കാസറ്റ് കട, പിന്നെ കുറേ വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്ത്, പിന്നെ സിനിമയ്ക്ക് കഥ എഴുതി. ഇനിയുള്ള ലൈഫിൽ വിത്തൗട്ട് ആഗ്രഹം. ജീവിതത്തിന്റെ ഒരുപാട് മേഖലകൾ സഞ്ചരിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളല്ലേ. തീർച്ചയായും നമ്മളുടെയൊക്കെ ഒരു ഇതെന്ന് പറയാൻ, അമ്പാടി ഒരു സിനിമക്ക് സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ പലതും പല പാതി വഴിക്ക് ഇട്ടിട്ട് മുഴുവനാക്കിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യാതെ പോയൊരു. എന്നെ സംബന്ധിച്ച് ഞാൻ പൂർത്തിയാക്കി. കാരണം ആഗ്രഹങ്ങൾ അവസാനിച്ച്. ഒരാളുടെ ഏറ്റവും വലിയ ഡ്രീം സിനിമയാണ്, കാസറ്റാണ്, സ്റ്റേജാണ്, പിന്നെ റൈറ്റിംഗ് ആണ്, ഡയറക്ഷനാണ്. ഇപ്പൊ എന്റെ പേരിലല്ലാത്ത നാരായണൻ നായർ അഭിനയിച്ചിട്ടുള്ള 15 മിനിറ്റിന്റെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്. ഞാൻ ഡയറക്ട് ചെയ്തതാണ് എന്റെ ഒരു കോൺസെപ്റ്റിൽ. പക്ഷെ അതിനകത്ത് വേറെ ആളുടെ പേരാ. എന്റെ ആഗ്രഹം ഞാൻ തീർത്തിട്ടുണ്ട്. എനിക്ക് പേരുണ്ടാക്കി എടുക്കാം. എന്നാലും ഇനിയിപ്പോ രണ്ടാമത്തെ വീണ്ടും ഒരു എൻട്രി വന്നിട്ട് വേറൊരു ആഗ്രഹങ്ങളൊന്നും. രണ്ടാമത്തെ എൻട്രിയിൽ എനിക്കൊരു 100 കണക്കിന് കമന്റുകൾ വായിക്കാൻ പറ്റി. അതിനകത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലായി. അവരുടെയൊക്കെ ആ റിയൽ ആയിട്ടുള്ള ഇഷ്ടവും സ്നേഹവും ബഹുമാനവും എല്ലാം കറക്റ്റ് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിൽഹെ ഫാത്തിമ, അത് ജലാൽക്ക് ഇരിക്കുമ്പോ എന്തായാലും അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദിൽഹെ ഫാത്തിമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും ഒരു എന്താ പറയാ, ഏറ്റവും അല്ലേ, ഒരു പ്രൊഡ്യൂസ് ചെയ്തതും കൺസെപ്റ്റും അങ്ങനെ ഒരു, അതായത് വെസ്റ്റേൺ ലെവലിലേക്ക് മാപ്പിളപ്പാട്ടിനെ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതില് പുതുതായിട്ട് വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലേ അതിൽ? ആ പാട്ടിനിടയിൽ വരുന്ന ഒരു, ഞാൻ ഒരു ഇതുവരെ പറയാത്തൊരു ഇത് പറയട്ടെ. ഞാൻ ദിൽഹെ ഫാത്തിമക്കകത്ത് പണ്ട് നമ്മൾ ആൽബം ചെയ്യുന്ന സമയത്ത് ഞാൻ ആശിച്ച സാലിമ എന്ന് പറഞ്ഞിട്ടുള്ള മാപ്പിളപ്പാട്ട് ചെയ്തപ്പം അഭിനയിക്കാൻ അന്ന് നടന്മാരെന്ന് പറയുന്ന ആളുകൾ കൊച്ചിയിലാണ്, കോഴിക്കോടില്ല. അങ്ങനെ ആ പാട്ടിലേക്ക് അന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കുറച്ച് പാട്ടുകാരെ വിളിച്ച്. പിന്നെ രണ്ടാമത് ദിൽഹെ ഫാത്തിമക്കകത്ത് ഷാഫി പാടി കഴിഞ്ഞപ്പോൾ ഷാഫിയുടെ ആ ഭാഗത്തേക്ക്, അന്ന് നമുക്ക് പാട്ടുകാരെ അഭിനയിക്കാന്ന് പറയുന്ന ട്രെൻഡില്ല. ഞാൻ അതിനകത്തേക്ക് അഭിനയിക്കാൻ വിളിച്ചത് സമദക്കിനെയാണ്. പിന്നെ അൻവർക്ക്, പിന്നെ അതേപോലെ രമേശ് പിഷാരടിനെ വിളിച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഒരു മൈൻഡ് അങ്ങനെ മിമിക്രി ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ നമുക്ക് തന്നെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് ഷാഫിയും താജുക്കയും ഞാനും കൂടെ അഭിനയിച്ചിട്ട് ആ വർക്ക് ഇറക്കിയത്. അതിനകത്ത് സുനിത, പിന്നെ വീണ എന്ന് പറയുന്ന കുട്ടി. ഇപ്പൊ അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഇല്ല. ഷാഫിയായിട്ട് ഇപ്പൊ രണ്ടാമത് ദുബായില് ഷാഫി താജുക്കൊക്കെ ഇപ്പൊ രണ്ടാമത് ഇറങ്ങിയപ്പോ കണക്ഷൻ ആയി. രണ്ടാമത് ഭയങ്കര സംഭവമാണ്. പിന്നെ കുടുംബമൊക്കെ ഹാപ്പി. വൈഫ്, 3 മക്കള്. വൈഫ് ടീച്ചറാണ്. പിന്നെ മക്കളൊക്കെ, മൂത്ത ആള് പഠിക്കുകയാണ്, രണ്ടാമത്തെ ആളും പഠിക്കുകയാണ്, മൂന്നാമത്തെ ആളും പഠിക്കുകയാണ്. 13 വയസ്സ്, 8 വയസ്സ്, 5 വയസ്സ്. ഞാനും പഠിക്കുകയാണ്. ലൈഫ് ഒരുപാട് കുറെ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ പഠിക്കുന്നില്ലല്ലോ. നമ്മളൊരു ലൈഫിൽ എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഭാര്യനെ തിരിച്ചറിയണമെങ്കിൽ മിനിമം ഒരു 5-8 വർഷം എടുക്കും. രണ്ടുപേരും ആ ഒരു ടൈമാണ് ഇപ്പൊ.
ഇപ്പൊ കഴിഞ്ഞിട്ട് 13 കൊല്ലായി. ഒരു 8 വർഷം കഴിഞ്ഞാലാണ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട്. മനസ്സിലാക്കലല്ല, നമ്മൾ എന്താ പറയാ, ഒരു നല്ല ഇഷ്ടത്തിലേക്കും കൃത്രിമമില്ലാത്ത ഇഷ്ടം, സ്നേഹം, ബഹുമാനമൊക്കെ വരണം എടുക്കും. അതുവരെ അതില്ലാന്നല്ല, എന്റെ അനുഭവമാണ് കേട്ടോ. അക്കാര്യത്തില് നല്ലോണം ഹാപ്പിയാണ്. എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ഇവനെ നീ നല്ലോണം കൊല്ലും വാരി കോരി കൊണ്ടുപോകും. സത്യം കൊണ്ടുപോകല്ലേ? സെറ്റാ. എന്റെ മുന്നിൽ ഇരിക്കുമ്പോഴുള്ള ഒരു സുഖം എന്താണെന്നറിയാം. ബാക്കിയുള്ളത് നമ്മൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ടോ ചെറിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ക്യാമറയുടെ മുന്നിൽ ഇന്റർവ്യൂവിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉള്ളിനുള്ളിൽ ഭയങ്കര പേടിയുണ്ടാവും. നമ്മളെ ഫേസിൽ അത് കാണിക്കും. പക്ഷെ നിന്റെ മുന്നിൽ ഇരിക്കുന്ന എനിക്ക് അതില്ല. തമാശയായിട്ട് ചിരിച്ചിട്ടൊക്കെ അങ്ങനെയല്ല. എനിക്ക് നീ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിന്റെ പെർമിഷൻ ഇല്ലാതെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അത് തന്നെയാണ് നമ്മുടെ വിജയം. തീർച്ചയായിട്ടും. അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്കും അങ്ങനെ മെന്റലി കണക്ഷൻ ഉള്ള ആളുകൾ ഇരിക്കുമ്പോ തീർച്ചയായിട്ടും. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കേണു പാടുമ്പോൾ ആസ്വദിച്ചത് നിന്റെ ചിരിയാണ്. കാരണം ഈ ഒരു പ്രായമൊക്കെ 40-48 വയസ്സിൽ നിന്നും ഒരു ചെറിയ കൊച്ചിലേക്ക് മാറിയിട്ട് നീ ഇങ്ങനെ ചിരിക്കുന്നുണ്ടപ്പോ ശരിക്കും ഒരു മോണെ തോന്നിപ്പോയി. ഞാന് മറ്റേ ഇതെടുത്ത് കാണിച്ചു തരാം കേട്ടോ, ലൈസൻസ്. എത്ര വയസ്സായിപ്പോ? എത്ര വയസ്സ്? 28. സൂപ്പിന്റെ അടുത്ത് പറഞ്ഞു എന്ത് 28 വയസ്സായിട്ട് 20 കൊല്ലായിരുന്നു. അല്ല, സീരിയസ് ആയിട്ട് 38 വയസ്സ്. 38. ഈ സീരിയസ് ഇല്ലല്ലോ. നിലവിളി ശബ്ദം ഇടണോ? ജഗതി പറഞ്ഞ എടേ നിലവിളി ശബ്ദം ഇടണേ. സമാപന സമ്മേളനം അടിപൊളി. അല്ല പിക്ക, എന്തായാലും കുറെ നാൾക്ക് ശേഷം വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഒരു തരംഗം ഇടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുക. നമ്മളുടെ കിണ്, കല്ലായിൽ ഒരു പെണ്ണുണ്ട്, ഇതെല്ലാം വീണ്ടും ജനങ്ങള് രണ്ടാമതൊരു ഓർമ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഓർമ്മകൾ മാത്രമല്ല, പുതുതായിട്ടുള്ള സമ്മാനങ്ങളും മിക്ക പുതിയ വരികളായിട്ടും പുതിയ പാട്ടുകളായിട്ടും സിനിമക്ക് വന്നോന്നേ. സിനിമ എഴുതണം മിക്ക, അത് എഴുത്ത് നിർത്തരുത്. ഇക്കാടെ സ്വപ്നങ്ങളൊക്കെ പോവണിഞ്ഞെങ്കിലും ഇക്കാടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനുള്ള സാധനങ്ങൾ തീർന്നിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് മനസ്സിലായി, നിന്റെ അടുത്ത് എനിക്ക് കിട്ടാനുള്ള സാധനം ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത്. കഴിഞ്ഞിട്ട് തരാം. അപ്പൊ ഒരുപാട് സന്തോഷം. കുറച്ച് സമയം നമ്മളോടൊപ്പം. എല്ലാവിധ ആശംസകളും ലൈഫില്, കുടുംബത്ത് എല്ലാവരോടും അന്വേഷണം അറിയിക്കാം. ഹാപ്പി ന്യൂ ഇയർ. അപ്പോ ജലാൽക്ക നോട്ട് ചെയ്ത് വെച്ചോ, വരുന്നുണ്ട് സാധനങ്ങൾ കുറെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിചാരിച്ച സാധനം അല്ല. 2-3 വർക്ക് ഇറക്കിയതുണ്ട്. അതെ, എന്താക്കും പറഞ്ഞ വർക്ക്, പിന്നെ ക്ലീശയിലാവും, പിന്നെ നിക്കി നിക്കി എന്ന് പറഞ്ഞിട്ടൊരു വെഡിങ് സോങ്. ഇത് 3ഉം ഇപ്പൊ പുതിയത് ഇറങ്ങിയത്. അതിനൊക്കെ വീഡിയോ ചെയ്യാണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ ഒക്കെ നല്ല ഗംഭീരമായിട്ട് ജനങ്ങൾക്കിടയിൽ പോവാൻ നേരത്തല്ലേ, അതെങ്ങനെയാണ്. എന്റെ അതിലും വലിയ കരച്ചിലാണ്. കണ്ണിന്റെ ഉള്ളിൽ കണ്ണട ഇരിക്കണ കാണാത്തതാ. കണ്ണട തരൂല കേട്ടോ, പക്ഷെ തമാശക്ക് പറഞ്ഞതാണ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ അതിന്റെ പറയട്ടെ ഞാൻ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വിടാന്ന് തോന്നണല്ലോ, പക്ഷെ കുഴപ്പമില്ല. ജലാൽ മാഗ്നസിനോടൊപ്പമുള്ള നസീബിന്റെ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്ത ഗസ്റ്റിന്റെ പേര് വായിക്കൊള്ളാത്തതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഓക്കെ. ബൈ.